പ്രിയദൈവത്തിന്റെ വനതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. നോമ്പ് വിശിഷ്ടവും പ്രാർത്ഥന രമ്യവുമാകുന്നു. ശത്രുവായ ദുഷ്ടന്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധമാകുന്നു നോമ്പ്. കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം വെടിഞ്ഞുള്ള നോമ്പ് വ്യർത്ഥമാകുന്നു. നിനിവേയിലെ ജനങ്ങൾ അവരുടെ ദുഷ്ടതകൾ വെടിഞ്ഞു ഉപവസിച്ചു. അതുമൂലം ദൈവം അവരോട് കരുണ ചെയ്ത് അവർക്ക് വരുത്തും എന്ന് നിശ്ചയിച്ചിരുന്ന ദുർവിധി മാറ്റുകയും ചെയ്തു. നോമ്പ് അർത്ഥപൂർണമാകുന്നത് സൃഷ്ടിയോട് രമ്യപ്പെടുമ്പോൾ ആണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മളോടും കരുണ ചെയ്യും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ദൈവം നമ്മളോടും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് നോമ്പിന്റെ ആരംഭത്തിൽ ശുഭകോനോ ശുശ്രൂഷ നടത്തുന്നത് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ബഹുമാനിക്കുവാനും പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പിൽ കണ്ണുനീരോടും അനുതാപത്തോടും ദൈവത്തോട് നമുക്ക് അടുത്തു വരാം. കർത്താവേ, നിനിവേക്കാർ തങ്ങളുടെ കണ്ണുനീരുകളാൽ എഴുതപ്പെട്ട സങ്കടത്തെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ നീ അവർക്ക് സങ്കട നിവൃത്തി വരുത്തി കൊടുത്തതുപോലെ ഞങ്ങളുടെ സങ്കടവും കേട്ട് സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നോമ്പ് മൂലം സാത്താന്റെ പരീക്ഷണത്തിൽ നിന്ന് വിജയം പ്രാപിച്ചതുപോലെ നമുക്കും സാത്താന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം പ്രാപിക്കുവാൻ നോമ്പ് മൂലം ഇടയാകട്ടെ. നോമ്പിന്റെ അനുഭവത്തിലൂടെ വിശ്വാസത്തിലും പ്രത്യാശയിലുമായിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.